വന്നു. ആദിയിലാകാശങ്ങളിൽ നിന്നൊരു നാദതരംഗം പോലെ കാലത്തിന്റെ ശിരസ്സിലിരുന്നൊരു പീലിത്തിരുമുടി പോലെ സ്വപ്നം കാണും തിരുമിഴികൾക്കൊരു സ്വാഗതഗാനവുമായി നക്ഷത്രക്കതിർ നട്ടുവളർത്തിയൊരക്ഷയപാത്രവുമായി പ്രപഞ്ചഗോപുരവാതിൽ തുറന്നു പണ്ടു മനുഷ്യൻ വന്നു. പ്രപഞ്ചഗോപുരവാതിൽ തുറന്നു പണ്ടു മനുഷ്യൻ വന്നു. വിശ്വപ്രകൃതി വെറും കൈയോടെ വിരുന്നു നൽകാൻ കോടിയുഗങ്ങൾക്കകലെ ദൈവം കൂടി ജനിക്കുന്നുണ്ടേ. സൂര്യനിൽ നിന്നൊരു ചുടുതീ കുടമായി ശൂന്യാകാശ സരസ്സിൽ വീണു തണുത്തു കിടന്നു മയങ്ങിയുണർന്നവളല്ലോ ഭൂമി. വായുവിലീറൻ ജീവഗണങ്ങളെ വാരിച്ചൂടിയ ഭൂമി. യുഗഹംസങ്ങൾ വീഞ്ഞു നടന്നൊരു യൂഫ്രട്ടീസിൽ കൈവീശു. 60 കിലോഗ്രാം തൂക്കമുള്ള ഒരാൾക്ക് ഇവിടെ 10 കിലോഗ്രാമേ കാണൂ. ഒരു കൈക്കോട്ട് 10 പ്രാവശ്യം ഉണ്ടാക്കാവുന്ന ഒരു ചുഴി ഇവിടെ നിർമ്മിക്കണമെങ്കിൽ 60 പ്രാവശ്യം കിടക്കേണ്ടി വരും. ഭൂമിയോട് അടുത്തും ചിലപ്പോൾ അകന്നുമായിരിക്കും ഈ വലം വയ്ക്ക. ചില നേരങ്ങളിൽ ഭൂമിക്ക് ആയിത്തീരും. അപ്പോൾ സൂര്യപ്രകാശം തടുക്കുന്ന എൻ്റെ മുഖം ഭൂമിക്ക് അപ്പുറത്തായിരിക്കും. ഇതത്രേ അമാവാസി. ക്രമേണ ഞാൻ ഭൂമിയിൽ നിന്ന് അകലുകയും പ്രകാശിത ഭാഗം കുറേശ്ശെ നിങ്ങൾ കണ്ടുകൊടുക്കുകയും ചെയ്യും. അത് പൂർണ്ണമായി കാണുന്ന ദിവസത്തെയാണ് പൗർണമി എന്ന് വിളിക്കുന്നത്. അമാവാസി ദിവസങ്ങളിൽ ഞാൻ ഭൂമിക്കും ഇടയിലായിരിക്കുമല്ലോ. അത്തരം ചില ഘട്ടങ്ങളിൽ ഞാൻ ഭൂമിയോട് വളരെ അടുത്തായി വരുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ആ നേരം ഞാൻ സൂര്യബിംബത്തെ ഭാഗികമായി മറച്ചു പിടിക്കുകയും എണ്ണത്തിന്റെ ഭൂമിയിൽ പതിപ്പിക്കുകയും ചെയ്യുന്നു. ഇതത്രേ സൂര്യഗ്രഹണം. എല്ലാ അമാവാസി ദിവസങ്ങളിലും സൂര്യഗ്രഹണം ഉണ്ടാകുന്നതില്ല കേട്ടോ. ഞാൻ കാരണം പറയാം. ഞാൻ ഭൂമിയോട് അടുത്ത് നിൽക്കുമ്പോഴേ നിഴൽ ഭൂമിയിൽ പതിക്കും. അല്ലാത്ത അവസരങ്ങളിൽ ഭൂമിയിലല്ല ശൂന്യാകാശത്തായിരിക്കും പതിക്കുക. അടുത്ത ചന്ദ്രനിലേക്ക് പോവുകയാണ്. എന്തൊരു ഭാഗ്യമാണത്. ചന്ദ്രനിൽ പോവുക, ചന്ദ്രനിൽ കാലുകുത്താൻ പറ്റുക എന്നത്. ഞാൻ വേണ്ട തയ്യാറെടുപ്പുകളെല്ലാം ചെയ്തു. നാസയിൽ നിന്നാണ് പോകുന്നത്. എൻ്റെ അച്ഛൻ എന്നെ അവിടെ കൊണ്ടുവിട്ടു. എന്നെ കാത്ത് അവിടെ ബഹിരാകാശ യാത്രികർ നിന്നിരുന്നു. എല്ലാവരുടെ കയ്യിലും ഉണ്ടായിരുന്നു നിറയെ ബാഗുകൾ. കൂട്ടത്തിൽ ഏറ്റവും ചെറുത് ഞാനായിരുന്നു. അപ്പോഴേക്കും കോട്ടും കണ്ണടയും എല്ലാം ഇട്ട ഒരു ശാസ്ത്രജ്ഞൻ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. 2-3 ബാഗ് ക്യാപ്റ്റന്റെ കയ്യിൽ കൊടുത്തിട്ട് ഇന്ത്യൻ സമയം ഇന്ത്യ കഴിഞ്ഞ ദിവസം വിജയകരമായി വിക്ഷേപിച്ച വാർത്താവിനിമയ ഉപഗ്രഹം. ഈ കഴിഞ്ഞ ദിവസം വിക്ഷേപിച്ചില്ലേ? ഇന്ത്യ കഴിഞ്ഞ ദിവസം വിജയകരമായി വിക്ഷേപിച്ച വാർത്താവിനിമയ ഉപഗ്രഹം. ജിസാറ്റ് 12 ഇറങ്ങാൻ സഹായിച്ച വാഹനം. ചന്ദ്രനിലേക്ക് പോയ പേടകമല്ല,